അറിഞ്ഞിട്ടില്ല ഭവാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ മദ്യമന്ത്രി രാജേഷിൻ്റെ കാര്യം ഇവിടെ പറയും. മദ്യനയം തിരുത്താൻ തീരുമാനിച്ചതും ഡ്രൈ ഡേ എടുത്തു കളയാൻ തീരുമാനിച്ചതും IT പാർലറുകളിൽ പ്രധാനപ്പെട്ട ബാറുകളുടെ ഔട്ട്ലെറ്റ് തുറക്കാൻ തീരുമാനിച്ചതും ഈ കള്ള് ഷാപ്പുകളിൽ ബിയറും വൈനും ഒക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഒന്നും ഭവാൻ അറിഞ്ഞിട്ടില്ല. ഭവാൻ അറിയേണ്ട ആവശ്യമില്ല. ഭവാനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ അനുകൂലിക്കുക, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസ്താവന ഇറക്കുക, SFIയുടെ DYFIയുടെ ഒക്കെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ചെറിയ ചില സൗകര്യങ്ങളുണ്ട്. മന്ത്രിമന്ദിരത്തിൽ താമസിക്കാം, പിന്നെ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കാം, അത്യാവശ്യം നാട മുറിക്കാനും വിളക്ക് കത്തിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇത്രയൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ കാരണഭൂതനും അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ MV ഗോവിന്ദൻ മാഷിനെ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി സെക്രട്ടറി ആക്കിയത്? എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യാളായിരുന്ന VPP മുസ്തഫയെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയിലേക്ക് തിരിച്ചയച്ചത്? ആ ഭാരിച്ച ഇദ്ദേഹത്തിന് മദ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവ്, പ്രധാന നടത്തിപ്പുകാരൻ എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. ഗോവിന്ദൻ മാഷാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ഡ്രൈ ഡേ എടുത്ത് മാറ്റുക അത്ര എളുപ്പമല്ല. മാത്രമല്ല, അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ അവിടെ പുറത്തു നിന്ന് ഒരാൾ കൈ കടത്താൻ സാധിക്കുകയുമില്ല. പിന്നെ ശക്തനായ മുസ്തഫ ആ സീറ്റിലിരിക്കുമ്പോൾ മറ്റൊരു ഇടപെടൽ മുസ്തഫ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി ആക്കി മേപ്പോട്ട് വിട്ടു. ആ മുസ്തഫയെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയിലേക്ക് തിരിച്ചയച്ചു. അതുകൂടി മദ്യവകുപ്പ് അഥവാ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞ ഗംഭീരമായ സംഭവം ഏതാണ്ട് നാഥനിലെ കളരികയായി. ഇദ്ദേഹമാണെങ്കിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ആർക്കും ഒരു ഉപദ്രവമില്ല. അപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ഭരണം കൂടി നമ്മുടെ ടൂറിസം മന്ത്രി ഏറ്റെടുത്തു എന്നുള്ളതാണ് ചുരുക്കം. ആ ടൂറിസം ഡയറക്ടർ PB നൂഹ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. ഇയാൾ നേരത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടറായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ആളാണ്. സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടെ മൂവാറ്റുപുഴ സ്വദേശിയാണ്. അപ്പോൾ നൂഹ് അവിടെ ഇരുന്നാൽ ബുദ്ധിമുട്ടാവും എന്നുകൊണ്ട് നൂഹിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചു. നൂഹ് ഒരു 3 മാസത്തെ ലീവിൽ പ്രവേശിച്ചു. പിന്നെ ഉള്ളത് KTDC ചെയർപേഴ്സൻ്റെ അടുപ്പക്കാരിയായ KTDC ഡയറക്ടറായിരിക്കുന്ന ശിഖ സുരേന്ദ്രൻ IAS എന്ന് പറഞ്ഞ കർത്തവ്യ വ്യഗ്രയായ ഒരു ഉദ്യോഗസ്ഥയാണ്. അവരാണെങ്കിൽ ബാറുകാരോട് വലിയ മുഹബത്തുള്ള ആളുമാണ്. അതുകൊണ്ട് ഈ ധീര വനിതയെ മുൻനിർത്തി നമ്മുടെ മദ്യനയം ചെറുതായിട്ടൊന്ന് പരിഷ്കരിക്കാമെന്ന് ആര് തീരുമാനിച്ചു? എക്സൈസ് മന്ത്രി തീരുമാനിച്ചില്ല. പുള്ളി അറിഞ്ഞു പോലുമില്ല. പുള്ളിയുടെ അറിവോ സമ്മതമോ ഒത്താശയോ ഒന്നും കൂടാതെ തന്നെ ടൂറിസം മന്ത്രിയുടെ താല്പര്യപ്രകാരം ചീഫ് സെക്രട്ടറി കൂടി അറിഞ്ഞ് ബാറുകാരുടെ യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചത് ബാറുകളുടെ നിലവാരം മെച്ചപ്പെടുന്നതിനെ സംബന്ധിച്ചാൽ ഈ വിദേശ സഞ്ചാരികളുടെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വിദേശ സഞ്ചാരികൾ പല സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. ബെൽജിയത്തിൽ നിന്ന് വരുന്നവരുണ്ട്, നെതർലൻഡ്സിൽ നിന്ന് വരുന്നവരുണ്ട്, ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. ഇവരെല്ലാവരും വരുന്നത് കേരളത്തിൽ വരുന്നത് വാട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യങ്ങളിലൊന്നും ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം കിട്ടാനില്ല. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അഥവാ IMFL സുലഭമായി കിട്ടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിൽ മറ്റെന്തിന് തടസ്സമുണ്ടെങ്കിലും എന്തിന് പോരായ്മയുണ്ടെങ്കിലും ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ജവാൻ പോലെയുള്ള ബ്രാൻഡുകൾക്ക് യാതൊരു ക്ഷാമമില്ല. അപ്പോൾ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും ലക്സംബർഗിൽ നിന്നുമൊക്കെ സായിപ്പുമാർ വിമാനം ചാർട്ടർ ചെയ്ത് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ബാറിൽ കയറി 2 അടിക്കാൻ പറ്റി. 2 അടിച്ച് മതിയായില്ലെങ്കിൽ 3 4 കൂടി അടിക്കും.